നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് പ്രഖ്യാപിച്ച് പോരാട്ടം തുടങ്ങിയ പി.വി. അൻവർ എം.എൽ.എയുടെ രണ്ടാമത്തെ പൊതുയോഗം 6:30 കോഴിക്കോട് മുതലകുളത്ത് തുടങ്ങാൻ പോവുകയാണ്. മുതലക്കുളത്തെ ആ പൊതുയോഗത്തിൽ അൻവർ എന്താണ് പറയുക? കോഴിക്കോട്ടെ സ്വർണ്ണ വ്യാപാരി മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ADGP M.R. അജിത് കുമാറിന് മാമി തിരോധാനത്തിൽ ബന്ധമുണ്ടെന്നാണ് പി.വി. അൻവറിന്റെ ആരോപണം. ഇന്നലെ സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ എത്തിയതിന് സമാനമായ ജനക്കൂട്ടം കോഴിക്കോട് മുതലക്കുളത്ത് അൻവറിനെ കേൾക്കാൻ എത്തുമോ എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്നത്. നമുക്ക് നേരെ കോഴിക്കോട് മുതലക്കുളത്തേക്ക് പോകാം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും VS രഞ്ജിത്ത്, ഇനി ഏകദേശം 1.5 മണിക്കൂർ മാത്രമാണ് യോഗം തുടങ്ങാൻ ബാക്കിയുള്ളത്. ഇന്നലെ നിലമ്പൂരിൽ യോഗം തുടങ്ങുന്നതിന് മണിക്കൂർ മുൻപേ ആളുകൾ കൂട്ടമായി എത്തുകയായിരുന്നു. മുതലക്കുളത്തെ കാഴ്ച എന്താണ്? സുജ, ഇത് ഒരു രാഷ്ട്രീയ ശക്തി പ്രകടനമായി മാറുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം മാമി തിരോധാനം പോലെ കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം കോഴിക്കോട് നഗരത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കാണാതായിട്ട് 1 വർഷം തികയുകയാണ്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട കേസ് അത് പി.വി. അൻവർ തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ADGP M.R. അജിത് കുമാറിൻ്റെ ഉന്നയിച്ചതോടുകൂടിയാണ് ഈ കേസ് വീണ്ടും സജീവ ചർച്ചയായി മാറുകയും ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പി.വി. അൻവറിനെ തന്നെ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ മുതലക്കുളം മൈതാനത്ത് കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇതാണ് വേദിയിലേക്ക് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെ ക്ഷണിച്ചു എന്ന് പറയുന്നു. ഇതാണ് സദസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ മാധ്യമപ്രവർത്തകരും പോലീസുകാരുമാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടേക്ക് മാമിയുടെ ബന്ധുക്കളും എത്തും എന്നാണ് പറയുന്നത്. ഇതൊരു ശക്തി പ്രകടനമായി മാറാനുള്ള സാധ്യത ഇല്ലല്ലേ രാജ്? ഇന്നലെ നമ്മൾ നിലമ്പൂരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അൻവറിൻ്റെ ഒരു തട്ടകമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അൻവർ എന്തൊക്കെയായിരിക്കും ഒളിപ്പിച്ചിരിക്കുക എന്നറിയാനുള്ള കൗതുകത്തിനപ്പുറത്തേക്ക് ഒരു ശക്തി പ്രകടനമായിട്ട് മാറുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവറിനെ കേൾക്കാൻ ആളുകളുണ്ടാവും. 2 കാര്യങ്ങളാണ്. ഒന്ന്, അൻവർ ഇന്നലെ നിലമ്പൂരിൽ കൊളുത്തി വെച്ചിട്ടുള്ള ഒരു മാലപ്പടക്കമുണ്ട്. അതിൻ്റെ ബാക്കി ഇവിടെ പൊട്ടിക്കുമോ എന്നറിയണം. അതോടൊപ്പം തന്നെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുകൂടി ഇന്ന് ആകാംക്ഷയോട് കാത്തിരിക്കുന്നുണ്ട്. ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ ഇവിടെയുണ്ട്. അവർ എത്രത്തോളം ആളുകളുടെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. നമ്മൾ എത്ര ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ചെയർമാൻ? നമ്മളിപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള പ്രചരണമാണ് കാര്യമായി ഇതിനകത്ത് നടന്നിട്ടുള്ളത്. പെട്ടെന്നുണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ജില്ലയുടെ പല ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ വടകരയിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ 6 മണിയോടുകൂടി ഏകദേശം നമുക്ക് ഈ ഗ്രൗണ്ട് നിറയുന്ന ആളുകൾ ഉണ്ടാവും എന്നാണ്. ഞാൻ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്നു പറയുന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെയും വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ക്ഷണം നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ആക്ഷൻ കമ്മിറ്റി എല്ലാവരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ അവരിൽപ്പെട്ട ആളുകളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുടെ അവരൊക്കെ നേതാക്കന്മാർ അടങ്ങുന്നതാണോ ആക്ഷൻ കമ്മിറ്റി CPM ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള ഈ പരിപാടി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളായ ഇതിനുള്ള വൈസ് ചെയർമാൻ ഉണ്ട്. CPM-ന്റെ ഉത്തരവാദപ്പെട്ട ആളാണ്. അദ്ദേഹത്തെയൊക്കെ ഈ പരിപാടി അറിയിച്ചിട്ടുണ്ട്. വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM-ന്റെ എന്ത് ചുമതല വഹിക്കും? CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഈ ആക്ഷൻ കമ്മിറ്റിൻ്റെ വൈസ് ചെയർമാനാണ്. എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ മാമിയുടെ തിരോധാനം എന്നുള്ള വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശ്രീ പി.വി. അൻവർ MLA എടുത്ത രാഷ്ട്രീയ നിലപാടുകളേക്കാൾ ഉപരി അദ്ദേഹം ഈ കേസിൽ ഞങ്ങൾക്ക് ആദ്യം മുതലേ ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയോട് പിന്തുണ നൽകുകയും സഹായിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഈ വിഷയത്തിന് വളരെ പ്രാധാന്യം ഏറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വെച്ച് ഈ പൊതുയോഗം സംഘടിപ്പിക്കുന്നത്. മാമി തിരോധാനത്തിൽ പുതിയ എന്തെങ്കിലും വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്ന പ്രതീക്ഷ അത് അദ്ദേഹം പ്രസംഗിക്കട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഇത് പറഞ്ഞോടുകൂടി ഈ കേസിൻ്റെ അന്വേഷണമൊക്കെ ഒരു വേറെ തലത്തിലേക്ക് മാറി. ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ കോഴിക്കോട് കാണാതായ മാമി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. മാമി കേസ് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റെടുത്തതിലുള്ള ഏറ്റവും വലിയ ഗുണം ഞങ്ങൾക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ഇപ്പോൾ ഈ കേസിൽ പി.വി. അൻവർ വരുന്നതോടുകൂടി അന്വേഷണം ശക്തമാകുമെന്നും അദ്ദേഹം ഇത് ഏറ്റെടുത്തോടുകൂടി ഇതിൽ ഒരു അട്ടിമറി സാധ്യത കുറയുന്നുണ്ടല്ലോ? അങ്ങനെ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പ്രതീക്ഷയ്ക്ക് അത്ര തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ മാമി തിരോധാന കേസ് വീണ്ടും വലിയ ചർച്ചയാവുന്നു. 1 വർഷത്തിന് ശേഷം വീണ്ടും ചർച്ചയാവുന്നത് സ്വാഭാവികമായിട്ടും ഈ വിഷയം പി.വി. അൻവർ ഏറ്റെടുത്തോടുകൂടിയാണ്. ഇന്നിപ്പോൾ പി.വി. അൻവർ ഇവിടെ വരുമ്പോൾ ADGP M.R. അജിത് കുമാറിനെതിരെ ഈ കേസിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, ഇത് മാത്രമല്ല മറ്റു വിഷയങ്ങൾ എന്നതാണ് രഞ്ജിത്ത് അറിയേണ്ടത്. മുതലക്കുളത്തിപ്പോൾ ഒരു വിശദീകരണ യോഗം, ആ യോഗത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പി.വി. അൻവർ അതിഥിയായി വരുന്നു എന്നത് മാത്രമല്ല, പി.വി. അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിയൊക്കെ രൂക്ഷ വിമർശനം അൻവർക്കെതിരെ ഉന്നയിക്കുമ്പോൾ അതൊരു പൊതുവേദിയിൽ മറുപടി നൽകാൻ കൂടി അൻവർ തയ്യാറാകുമോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് പി.വി. അൻവറിൽ നിന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത്.